പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4 മുതൽ 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ അളവിലുള്ള ഒരു സ്പെഷ്യൽ ക്രിസ്മസ് ഫ്രോക്കാണ് ഞാനിന്ന് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന തുണികളാണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് ആദ്യം ലൈനിങ്ങിൽ കട്ട് ചെയ്യാം. അപ്പം ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. കാരണം ബാക്കിൽ സിബും കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്, അതിനുള്ള സ്പേസ് വിടണം. അപ്പോൾ ഈ തുണി രണ്ടായി മടക്കിയിട്ട് ഞാൻ ഇതിനെ 2 പീസാക്കി മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടി ഈ തുണി ഞാൻ ഇതുപോലെ രണ്ടായി മടക്കി നമുക്കിതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ 19 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഫ്രോക്കിൻ്റെ ടോപ്പ് പാർട്ടിന് 17 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. 2 ഇഞ്ച് സീം അലവൻസ് ആണ്. അത് രണ്ടും ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ 10 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഹാഫാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 5 ഇഞ്ചസിൽ മാർക്ക് ചെയ്തു. താഴത്തോട്ടേക്ക് ആം ഹോളും 5 ഇഞ്ചസിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് അത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിക്കാം. ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 24 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 6 വരും. അത് നമ്മൾ മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 7.5 മാർക്ക് ചെയ്തു. നെക്ക് വിഡ്ത്ത് 2.5 മാർക്ക് ചെയ്തു. അതുപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് 3.5 ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അത് രണ്ടും കൂടി ഒന്ന് യോജിപ്പിക്കാം. ഇനി നമുക്കൊരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. എന്നിട്ട് ആ നെക്കിൻ്റെ അവിടുന്ന് ഷോൾഡറിലേക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചെടുക്കാം. വേസ്റ്റ് ലെങ്ത്ത് 10 ഇഞ്ചാണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് റൗണ്ട് വരുന്നത് 23 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം എന്ന് പറഞ്ഞാൽ 5.75 വരും. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ താഴെ നമുക്ക് ഈ തുണിയുടെ മാക്സിമം കിട്ടുന്നത്ര വിഡ്ത്ത് നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം കൂടി ഞാൻ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. താഴത്തെ പോർഷനിൽ ഞാൻ ഒരു 1/2 ഇഞ്ച് മുകളിലോട്ടേക്ക് കയറ്റിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചെടുക്കാം. ഫ്രണ്ട് നെക്ക് ഞാൻ ഇതുപോലെ യു ഷേപ്പിൽ വരച്ചെടുത്തു. പിന്നെ നമുക്ക് ആം ഹോൾ കർവ് വെച്ചിട്ടൊന്ന് വരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ആം ഹോൾ കർവ് വെച്ചിട്ട് ആം ഹോളും വരച്ചെടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം വെച്ചിട്ട് നമുക്ക് ഈ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞ് നിവർത്തി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഫ്രണ്ട് പോർഷൻ കിട്ടും. ഇനി നമുക്ക് ബാക്ക് പോർഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ബാക്ക് പോർഷൻ്റെ ലൈനിങ് നമ്മൾ ആദ്യം ഇതുപോലെ മടക്കി വെക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടായി മടക്കുക. എന്നിട്ട് ഇതിൽ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇതുപോലെ 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ് ഇപ്പോൾ വരച്ച ലൈനിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വെച്ചിട്ട് നമുക്ക് ഈ പീസും കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് മാർക്ക് ചെയ്യണം. അത് 2.5 ഇഞ്ചാണ്. അതും കൂടി മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഫ്രഞ്ച് കർവ് വെച്ച് യു ഷേപ്പിൽ വരച്ചെടുത്തു. അതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം. അപ്പോൾ മെയിൻ ക്ലോത്ത് ഇതുപോലെ തന്നെ രണ്ടായി മടക്കി വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ലൈനിങ് വെച്ചിട്ട് നമുക്ക് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ബാക്ക് പോർഷൻ്റെ മെയിൻ ക്ലോത്താണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പം അത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് നിവർത്തി വെച്ചിട്ട് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് സിബ് അറ്റാച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇതിൻ്റെ സെൻറ്ററിലേക്കൂടെ നമുക്ക് 2 പീസായിട്ട് ഇതും കട്ട് ചെയ്തെടുക്കാം. ഇത് ബാക്ക് പോർഷനാണ്, പ്രത്യേകം ശ്രദ്ധിക്കണേ. ബാക്ക് പോർഷൻ ഇതുപോലെ സെൻറ്ററിലേക്കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ ഫ്രണ്ട് പോർഷൻ അത് ലൈനിങ് മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശം ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ബാക്ക് പീസിൻ്റെതും നമുക്ക് ചെയ്യാം.
ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതായിപ്പോൾ മെയിൻ ക്ലോത്തുമായിട്ട് ഞാൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ച മാർക്കിങ്ങിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പോർഷനാണ്. അപ്പോൾ ഞാനിത് തിരിച്ചിടുന്നുണ്ട്. തിരിച്ചിട്ട് കഴിയുമ്പോൾ എന്താ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. കണ്ടില്ലേ, ഇതുപോലെയാണ് കിട്ടുക. ഇതേപോലെ തന്നെ ഞാൻ ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തതും ഇതുപോലെ തിരിച്ചിടുന്നുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ 2 പീസാണ് കിട്ടുക. ഇനി നമുക്ക് ഈ ബാക്ക് പീസിലിവിടെ സിബ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഇൻവിസിബിൾ സിബ്ബാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് സിബ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ഇതുപോലെ വെച്ചിട്ട് ഒരു സൈഡ് നമുക്ക് പിൻ ചെയ്ത് വെക്കാം. പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വശം ഇതുപോലെ തന്നെ വെച്ചിട്ട് പിൻ ചെയ്തെടുക്കാം. എന്നിട്ട് അതും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ചെയ്യുമ്പോൾ സിപ്പർ ഫൂട്ട് വെച്ച് ചെയ്താൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇതും പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതും ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിലേക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് മറ്റേ വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അടച്ച് നോക്കുക സിബ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമ്മൾ സിബ് അടക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, സിബ് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഇതുപോലെ ഒരു ചെറിയ പാർട്ടിൽ ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പ് നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ അതും നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ 2 ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് ആ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിവർത്തി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ ഭാഗം ഒന്ന് മടക്കി അടിക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഒരു 2 മടക്ക് ഇതുപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് താഴെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മറ്റേ ഭാഗത്തും ചെയ്യാം. അപ്പോൾ ഞാൻ 2 ഭാഗത്തും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ടോപ്പ് പാർട്ടിന് 17 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് 24 വേണ്ടത്. അപ്പം 7 ഇഞ്ചിൻ്റെ ഫ്രില്ലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 8 ഇഞ്ചാണ് ഈ ഫ്രിൽസ് ആക്കാനുള്ള തുണിയുടെ വെടുത്ത് എടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് സീം അലവൻസാണ്. ഇനി നമ്മൾ ഈ ഫ്രിൽസ് ആക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന തുണിയിൽ 2 സൈഡും ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം. ഇതുപോലെ മടക്കിയിട്ട് 2 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന തുണിക്ക് നമ്മൾ ടോപ്പ് പാർട്ടിൻ്റെ താഴത്തെ ഭാഗമില്ലേ, അതിൻ്റെ 3 ഇരട്ടിയെങ്കിലും ലെങ്ത്ത് വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഫ്രിൽസ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ 2 ഫ്രിൽസും ഇതുപോലെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, അതുപോലെ മറ്റേ സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഒരു ലെയറും കൂടി ഫ്രിൽസ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ 2 പീസ് ഫ്രിൽസ് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഇവിടുന്ന് മുതൽ മുകളിലോട്ടേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതുപോലെ എല്ലാ സ്ഥലത്തും 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ മാർക്കിംഗ് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ ഈ ഫ്രിൽസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാനാണ് പോകുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഫ്രിൽസ് നമ്മൾ ആ മാർക്കിങ്ങിൽ ഇതുപോലെ വെക്കണം. ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക ഇതേപോലെ. അതുപോലെ മറ്റേ സൈഡിലും നമുക്ക് ഇതുപോലെ തന്നെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെയും ഞാൻ നേരത്തെ കാണിച്ച അതേപോലെ തന്നെ ലൈൻ വരച്ചിട്ട് ആ ലൈനിൻ്റെ മേലെ കൂടി ഫ്രിൽസ് അറ്റാച്ച് ചെയ്തെടുക്കുക. ഫ്രിൽസ് ഇതുപോലെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ,
ഇതുപോലെ നമുക്ക് 2 ലെയർ ഫ്രിൽസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്യാനാണ്. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ തിരിച്ച് ഇട്ടിട്ടുണ്ട് ഫ്രോക്ക്. എന്നിട്ട് ഈ 2 സൈഡിലും ഇതുപോലെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി വീഡിയോയിൽ കാണിക്കുന്ന അതേ രീതിയിൽ ചെയ്താൽ മതി. പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൽ കറക്റ്റ് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. അപ്പം 24ൻ്റെ പകുതി 12 ഇഞ്ചാണ് ഇവിടെ വരിക. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 2 സൈഡിലും 1/2 ഇഞ്ച് ലൂസിങ്ങും കൂടി എടുക്കുന്നുണ്ട്. നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ടില്ലേ, അതിൽ നിന്ന് 1/2 ഇഞ്ച് എടുത്താൽ മതി 2 സൈഡിലും. എന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വരച്ചു കൊടുത്തു. അതിന് ശേഷം നമുക്ക് ആ വരച്ച മാർക്കിങ്ങിൽ കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ലൂസിങ് വേണമെങ്കിൽ ആദ്യം മെഷർമെൻറ്റ് എടുക്കുമ്പം തന്നെ 1/2 ഇഞ്ച് കൂട്ടിയിടാം. ഞാനിതിൽ സീം അലവൻസ് കൊടുത്തതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്ത് കഴിഞ്ഞ് 2 സൈഡും ജോയിൻ ചെയ്തു. ഇത് നമ്മൾ നിവർത്തിയിടുമ്പം ഇതുപോലെയാണ് ഉണ്ടാവുക ഫ്രോക്ക്. ഇനി ഫ്രോക്കിന് കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടി ഞാൻ ഇതുപോലത്തെ ചെറിയ ബോ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.